ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഗൗരീസ് ടേസ്റ്റ് ബഡ്സിൻ്റെ അടുത്തൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ ഒരു മസാല ദോശ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ മസാല തയ്യാറാക്കാനായിട്ട് ഞാൻ മീഡിയം സൈസിലുള്ള 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അത് രണ്ടായി മുറിച്ച് ഒരു കുക്കറിലിട്ട് കൊടുത്തു. അതിനുശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ. ഇതിലേക്ക് ആവശ്യമുള്ള സവോള കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ചെറിയ 3 സവോളയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നന്നായി ചെറുതാക്കി അരിയുന്നുണ്ട്. അതുപോലെ എരിവിനനുസരിച്ച് പച്ചമുളകും കൂടി എടുക്കാം. ഞാൻ 4 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഉരുളക്കിഴങ്ങ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ തൊലി കളഞ്ഞെടുക്കണം. തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഉടച്ചെടുക്കണം. മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ എടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത്, അതാണ് കൂടുതൽ ടേസ്റ്റ്. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പാണ് ചേർക്കുന്നത്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. മസാലയിലേക്ക് വേണ്ട ഉപ്പും കൂടെ ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സവോള ഒരു ഗോൾഡൻ കളർ ആകുന്നവരെ വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ. ഇതെല്ലാം ചേർത്ത് പൊടികളുടെ പച്ചമണം പോകുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി സവോള ഒന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 1/4 കപ്പ് തിളച്ച വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഇപ്പോൾ സവോളയൊക്കെ നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സാക്കി എടുക്കണം. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ മസാല ദോശയ്ക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ മസാലയ്ക്ക്. നമുക്കിത് അപ്പുറത്തോട്ട് മാറ്റി വയ്ക്കാം. ഇനി ദോശ ചുട്ടെടുക്കണം. അപ്പോൾ ദോശ ചുടാനായിട്ട് ഞാൻ കല്ല് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. കല്ലൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ തേച്ച് കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറോ നെയ്യോ തേക്കാം. ഇനി ദോശമാവ് ഒഴിച്ച് നല്ല കനം കുറച്ച് നല്ല വട്ടത്തിൽ പരത്തിയെടുക്കണം. ഇതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ കൂടി മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ദോശയെല്ലാം ഇവിടെ നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള മസാല ഇട്ട് കൊടുക്കാം. രണ്ട് സൈഡിൽ നിന്നും ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് വയ്ക്കുക. നമ്മുടെ മസാല ദോശ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പം നല്ല അടിപൊളി മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.